Hello guys, this is my Kapikada and please don't mind the background. ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം കാണും, എന്താ പൊട്ടിപ്പൊടുന്ന സ്ഥലങ്ങൾ കാണും, പിന്നെ തുണി കഴുകുന്ന മെഷീൻ്റെ സൗണ്ട് കാണും, വാഷിംഗ് മെഷീൻ ഇതൊക്കെ കാണും. ഓക്കെ, ബട്ട് നിങ്ങൾ എൻ്റെ കാപ്പിക്കഥയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് സാഷ്ടാംഗം വണങ്ങിക്കൊണ്ട് തന്നെ തുടങ്ങാം. ആദ്യം പാൻ എടുത്ത് ഇങ്ങനെ കുറച്ച് ഷോയൊക്കെ നമ്മൾ കാണിക്കണം. ഈ പാനത്താണ് നമ്മൾ കാപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് കാപ്പി ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനും ഇടയ്ക്ക് കടുക് വറക്കാനും എല്ലാം ഇതേ പാത്രമാണ് ഗൈസ്. കട്ടൻ കാപ്പി കുടിച്ചില്ലെങ്കിൽ സമാധാനം വരാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. അപ്പോൾ ഇത് വീട്ടിലെ ഫ്രഷ് കാപ്പിപ്പൊടിയാണ്. ഇതിനകത്ത് ഉലുവ പൊടിച്ചതൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഓക്കെ, വീട്ടിലെ തന്നെ കാപ്പിക്കൂടി പൊടിച്ച് ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടതാണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടുകളൊക്കെ കേൾക്കും. അത് ഈ വാഷിംഗ് മെഷീനിലായിട്ട് തുണിയിട്ടിരിക്കുന്നത്. ഓക്കെ, ബൈ ദി വേ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. നമ്മുടെ കാപ്പി ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് എടുക്കാം. ഞാൻ പഞ്ചസാരയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയ ആളാണ്. പക്ഷേ ഇപ്പം ഷുഗർ കുറഞ്ഞുണ്ട്, എനിക്ക് ഷുഗർ ഇല്ല. അപ്പോൾ അങ്ങനെ കുറയുന്നുണ്ട്, ഇടയ്ക്ക് തല കറങ്ങിയൊക്കെ വീഴാൻ തോന്നുന്നുണ്ട്, വല്ലാത്തൊരു അസ്വസ്ഥം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇച്ചിരി ഷുഗർ കുടിക്കും. ഞാൻ ഭക്ഷണം കഴിക്കാൻ കുറച്ച് താമസിക്കുന്നതൊക്കെ എനിക്ക് വിറയിൽ വരാറുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചാര കുടിക്കാറുണ്ട്. ഓക്കെ, അധികമില്ല, ഒരു നുള്ള. പിന്നെ വീട്ടിൽ കാപ്പിയും ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ഇടും. ഞാൻ പുറത്തുനിന്ന് എവിടെയെങ്കിലും കുടിക്കുകയാണെങ്കിൽ വിത്തൗട്ടേ കുടിക്കാറുണ്ട്. ഓക്കെ, കാരണം നമ്മൾ ഡെയിലി വീട്ടിൽ കുടിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ വേണമെങ്കിൽ കഴിയാതിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇച്ചിരി പഞ്ചാര ഇട്ടാം. നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്ത് വിട്ട ജീരകപ്പൊടിയാണ്. ജീരകം വറുത്ത് പൊടിച്ച് കൊടുത്ത് വിട്ടതാണ്. കാരണം എനിക്ക് ഈ ജീരകത്തിന് ടേസ്റ്റ് ചെറുതായിട്ട് ഇഷ്ടമാണ്. ചില കറിയിലൊക്കെ പ്രത്യേക ഫ്ലേവർ ഇട്ടത്. അതുപോലെ കാപ്പിക്കകത്ത് നല്ല ഫ്ലേവറാണ്. വാഷിംഗ് മെഷീൻ്റെ സൗണ്ടാണ് ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കുറച്ച് ജീരകപ്പൊടി. ആരെങ്കിലും കട്ടൻ കാപ്പി കുടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. പതിവ് കാണിക്കാൻ പോയി നമ്മുടെ മുഖം മുള്ളും. നമ്മൾ കലക്കുക. കട്ടൻ കാപ്പി നമ്മൾ ഇടുമ്പോൾ നമ്മൾ ഇച്ചിരി മധുരം ഇട്ടാലും കഴിക്കും, മധുരം ഇല്ലാത്ത പോലെ തോന്നും. ബട്ട് നമ്മൾ ആ ഒരു മധുരത്തിൽ തന്നെ കുടിക്കാൻ ശ്രമിക്കുക. പഞ്ചസാര മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ എന്നെ പോലെ വിറയിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് കുടിക്കാം. പക്ഷേ നമ്മൾ ഉലുവയൊക്കെ ചേർത്തുകൊണ്ട് ചെറിയ കയ്പുണ്ട്, അപ്പോൾ നമുക്ക് ഇറക്കാൻ ഇച്ചിരി പാടാം. അപ്പോൾ ഗൈസ്, എൻ്റെ കാപ്പിക്കഥ കഴിഞ്ഞു. ബൈ ബൈ, സി യു. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുപോലത്തെ കാപ്പിക്കഥയോ വേറെ കഴിക്കുന്ന കഥയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ കാണാൻ ഇഷ്ടമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. ഞാൻ അപ്പോൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ, സി യു.